നമുക്ക് എന്തും പഠിക്കാം, നമുക്ക് എന്തും പഠിക്കാം അല്ലെ? അതായത് നമുക്ക് പലതിൽ നിന്നും, അതായത് നമുക്ക് യൂട്യൂബിൽ നിന്നാണെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണെങ്കിലും വായിച്ചിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് പഠിക്കാം. പക്ഷെ നമ്മൾ ചേഞ്ച് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് അനുസരിച്ചാണ്. നമ്മൾ അങ്ങനെ വായിച്ചത് കൊണ്ടോ മറ്റുള്ളവർ പറയണത് കേട്ടത് കൊണ്ടോ, ഇപ്പൊ നിങ്ങളിപ്പോ ഞാൻ പറയണത് കേട്ടത് കൊണ്ട് നിങ്ങൾ അത് അപ്ലിക്കബിൾ ആവണമെന്നൊന്നുമില്ല. അതായത് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു തോന്നൽ വരണം, നമുക്കിത് അപ്ലൈ ചെയ്യണം, നമ്മുടെ ലൈഫിൽ ഇത് കൊണ്ടുവരണം എന്ന് തോന്നുന്ന സമയത്ത് മാത്രമാണ് നമുക്കൊരു ചേഞ്ച് ഉണ്ടാവുന്നത് അല്ലെ? അപ്പോ മാക്സിമം എല്ലാവരും ഞാൻ ഈ പറയുന്നത് തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് അങ്ങനെ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം. അപ്പോ നമുക്കിനി വിഷയത്തിലേക്ക് വരാം. മെയിൻ ആയിട്ട് ഞാനിവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് എങ്ങനെ നമുക്കത് കൂടുതലും ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ ഈ വെക്കേഷൻ ടൈം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ്. അപ്പോ മെയിൻ ആയിട്ട് നമുക്കറിയാം, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ന്യൂ ജനറേഷനിൽ വളരുന്ന മക്കളാണ് നമ്മുടെ ഇന്നത്തെ മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു നല്ലൊരു വ്യക്തിത്വം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാരന്റ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അവരെ എങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ നമ്മുടെ മക്കള്, അതായത് ജനിച്ചു വീഴുന്നത് തന്നെ ഒരു ടെക്നിക്കൽ യുഗത്തിലേക്കാണ് അല്ലെ? അതായത് ഒരു കുഞ്ഞാവുമ്പോ തന്നെ അവൻ കാണുന്നത് മൊബൈലാണ്, മൊബൈൽ കണ്ടിട്ടാണ് ഈ കുട്ടിയോട് വളരുന്നത്. അപ്പോ അവർക്ക് അതായത് ഭക്ഷണം കഴിക്കണമെങ്കിലും ഉറങ്ങണമെങ്കിലും ഒക്കെ അവരുടെ കയ്യിൽ എന്ത് വേണം, മൊബൈൽ വേണം. അല്ലെങ്കിൽ അവർക്ക് വാശിയായി, പിന്നെ ദേഷ്യം, അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ പാരന്റ്സ് എന്താണ് നിർബന്ധിതമാകുകയാണ് ചെയ്യുന്നത്, അതായത് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ വേണ്ടി നിർബന്ധമാകുന്നു. അതേപോലെ തന്നെ ടീനേജിൽ എത്തുന്ന സമയത്താണെങ്കിലും അവർക്ക് ടീനേജ് എന്ന സമയത്തല്ല, ഒരു കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായ ആളുകളുടെ കൈകളിൽ വരെ ഇന്ന് മൊബൈൽ ഉണ്ട്. കാരണം മൊബൈൽ ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ടീനേജ് പ്രായം വരെയുള്ള കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഒരു കുഞ്ഞു കുട്ടിയുടെ കയ്യില്, കാരണം നമുക്ക് മൊബൈൽ ഉണ്ടാവുമ്പോൾ നമുക്ക് അവരെ മാക്സിമം എങ്ങനെ അതിൽ നിന്നൊക്കെ നമുക്ക് കുഞ്ഞു കുട്ടികളിൽ നിന്നാണെങ്കിലും ടീനേജുകാരിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് എങ്ങനെ മാക്സിമം മൊബൈലിന്റെ ഉപയോഗം ഒക്കെ കുറച്ചിട്ട് അവര് മറ്റ് ആക്ടിവിറ്റി, നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ കുട്ടികള് ഒരുപാട് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആക്ടിവിറ്റികളിലേക്ക് എങ്ങനെ ഇവരെ നമുക്ക് കൂടുതലും പങ്കെടുപ്പിക്കാനായിട്ട് പറ്റുമെന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു, ശരിക്കും ഈ കുഞ്ഞു കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ LKG, UKG അങ്ങനെയൊക്കെ പഠിക്കുന്ന പ്രായത്തിലൊക്കെ കുട്ടികൾക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്നൊന്നും അതായത് അറിയാം. കുട്ടികൾക്ക് മൊബൈൽ യൂസ് ചെയ്യാനായിട്ട് A to Z വരെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയാം. പക്ഷെ അതിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്നുള്ള കുട്ടികൾക്ക് മനസ്സിലാവില്ല. അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങൾ കുട്ടികൾ നോക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് ഒരു നമ്മുടെ ടീനേജിന്റെ ഏജിലൊക്കെ എത്തുന്ന സമയത്താണെങ്കിൽ കുട്ടികൾ കൂടുതലും എന്താ പറയാ, ഒരുപാട് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അതായത് എങ്ങനെ ഈ കാര്യങ്ങൾക്ക് നമുക്ക് അറിയാൻ പറ്റും, എങ്ങനെ അറിയണം എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതലും ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും കുട്ടികൾക്ക്. അപ്പൊ ഈ ഏജുകളിലൊക്കെ കുട്ടികൾക്ക് ആ സമയമാകുമ്പോൾ, അതായത് കുട്ടികളൊരു പക്വതയുടെ പ്രായം എത്താനാവുന്ന സമയങ്ങളിൽ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അവയർനെസ് നൽകുന്നത്, അതായത് പാരന്റ്സ് തന്നെ അവരുടെ കൂടെ ഇരുന്ന് നല്ലതും തെറ്റും ശരിയും എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രായം ആകുന്ന സമയത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഒരു കുട്ടികൾക്ക് വരുന്നത്, ഒരു മനുഷ്യന്റെ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും അതിൽ തെറ്റോ ശരിയോ ഒക്കെ കുട്ടികളെ മനസ്സിലാക്കിപ്പിക്കുന്നതൊക്കെ ഒരു പരിധിവരെ വളരെ നല്ലൊരു കാര്യമാണ്. പരിധി വരെയല്ല, എന്നാൽ മാത്രമാണ് കുട്ടികൾക്ക് അത്തരം തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ആവും. അല്ലെങ്കിൽ അവർക്ക് അത് അവരുടെ ക്യൂരിയോസിറ്റിന്റെ ഭാഗമായിട്ട് അവർ അത്തരം തെറ്റുകളൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ കാണാനൊക്കെ ഒരു ഇടവരാനുള്ള ഒരു സാധ്യതയുണ്ട്. എനിക്ക് എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടോ, ഇന്ററാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ വീഡിയോ ചെറുതായിട്ട് ബ്ലറായി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ കുറവായിരിക്കും. ആണോ? വീഡിയോ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്, വേറെ വോയിസ് കിട്ടുന്നുണ്ട്. വീഡിയോ ഓഫ് ആക്കി പ്രസന്റ് ചെയ്താൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, ആയിക്കോട്ടെ, വീഡിയോ ഓഫ് ആക്കി പ്രസന്റ് ചെയ്യാം.
അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് എല്ലാവരായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 8ാം ക്ലാസ്സിൽ താഴെയുള്ള പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യ എന്നും, അതിന് 8ന് മുകളിലുള്ള കുട്ടികൾ ആണെന്നുണ്ടെങ്കിൽ കേരള എന്നും ഒന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളൊരു ഇന്ററാക്ഷൻ നോക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഞാനൊന്ന് വീഡിയോ ഓഫ് ആക്കുകയാണ്. ഓക്കെ. ഇന്ത്യ. കണ്ടില്ല. ആയിക്കോട്ടെ. അപ്പോ ഞാൻ വീഡിയോ ഓഫ് ആക്കാൻ പോണേ, കാരണം വീഡിയോയ്ക്ക് ഓക്കെ അഹമ്മദ് ബിലാൽ രണ്ടുപേരും ഉണ്ട്. വീഡിയോയ്ക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവാന്ന് സാറ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് ജസ്റ്റ് ചെറുതാക്കി ഒന്ന് ഓഫ് ആക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഞാൻ ഓഫ്ലൈനിലായിട്ട് സോറി വീഡിയോ ഓഫ് ആക്കിയിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ രണ്ടും ഉണ്ടല്ലേ, നമ്മുടെ 8ാം ക്ലാസ്സിന് മുകളിലുള്ളവരും താഴെയുള്ളവരും ഉണ്ടായി. അത് വളരെ നല്ലൊരു കാര്യം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് രണ്ടും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാണ് ഒരു പാരന്റ്സ്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ വോയിസിലൂടെ തന്നെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കൂടുതലും ചാറ്റിനേക്കാളും കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത് വോയിസ് ആയിരിക്കും. ആണല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് സൗണ്ട് ക്ലിയർ ആണ് സാറ് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ ഓഫ് ആക്കി തന്നെയാണ് ചെയ്യാം. അപ്പോ എന്താ പറയാ, നിങ്ങള് അതായത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടുതലും വോയിസിലൂടെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മള് കൂടുതലും ഈ ചാറ്റിൽ കൂടെ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് ഇന്ററാക്ഷൻ കൂടെ നടത്തുന്നത് തന്നെയാണ് വളരെ നല്ലത്. അപ്പോ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾ മക്കളോട് എങ്ങനെയാണ്, നിങ്ങളുടെ മക്കളോട് എങ്ങനെയാണ്, ദാറ്റ് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാനർ ആണോ അവരോട്, അതോ നിങ്ങളൊരു പാരന്റ് എന്ന നിലയിൽ മാത്രമാണോ അവരോട് ബിഹേവ് ചെയ്യുന്നത്, അതോ നിങ്ങൾ പാരന്റിനോടൊപ്പം തന്നെ ഒരു ഫ്രണ്ട്ലി മാനർ ആണോ കീപ്പ് ചെയ്യുന്നത്? ഇത് എങ്ങനെയാണെന്നുള്ള ഒരു അതൊന്ന് പറയാമോ? നിങ്ങളിപ്പോ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യല്ല, നിങ്ങളൊന്ന് പറയും, വോയിസിലൂടെ പറയാമോ? ഫ്രണ്ട്ലി ആണ് അസ്മത്ത്. ഒന്ന് വോയിസിലൂടെ പറയാമോ? നിങ്ങളുടെ ഇന്ററാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോയിസിലൂടെ പറയാൻ വേണ്ടി പറയുന്നത്. വോയിസിലൂടെ പറയാമോ? അസ്മത്ത് മാത്രമാണോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൂ? ബാക്കി എല്ലാരും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് മക്കളോട്. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഫ്രണ്ട്ലി ആണ്, രണ്ടു തരത്തിലും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹലോ ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അജ്മൽ ബാബു സംസാരിക്കാം. അതെ, നമ്മള് എന്താ വെച്ചാല് ഫ്രണ്ട്ലി ആണ് കുട്ടികളോട് മീറ്റിംഗ് ചെയ്യാറുള്ളത്. കാരണം കുട്ടികൾക്കൂടെ ആ ഒരു 8ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞത് അവരുടെ ഫ്രണ്ട്സിലേക്ക് നമുക്ക് റിലേറ്റ് ചെയ്യുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ താല്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ. കാരണം സ്ട്രിക്റ്റ് ആകുമ്പോൾ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് ചെറുപ്പത്തിൽ അവർ വളർന്നു വരുന്ന ആ ഒരു പക്വതെത്തുന്ന സമയത്ത് അവരെന്താവും, നമ്മൾ സ്ട്രിക്റ്റ് ആകുമ്പോൾ പാരന്റ്സ് തന്നെ എങ്ങനെ ആകുമ്പോൾ നമ്മൾ കോളേജ് സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ എന്താവും, അധ്യാപകരും സ്ട്രിക്റ്റ്, അല്ലെങ്കിൽ വീട്ടിലെത്തുന്ന പാരന്റ്സ് സ്ട്രിക്റ്റ്. അപ്പൊ അവരുടെ ലൈഫ് എന്താവും, ആകെ ഒന്ന് ഡൗൺ ആയി പോകുന്ന മാതിരി അവിടെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയി പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊരു അനുഭവം മിന്നാന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം. ഒരു കുട്ടിയുടെ പാരന്റ്സ് വിളിച്ചിരുന്നു. 12 വയസ്സായ കുട്ടി പല അശീലങ്ങളും കാണിച്ചുകൊണ്ട് പാരന്റ്സിന് പേടിയില്ല, പാരന്റ്സിനൊന്നും ഇതാക്കാതെ അശീലം കാണിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഉം. ഫ്രണ്ട്ലി ചെയ്യുമ്പോൾ എന്താവും, കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കൺസെപ്റ്റ് എന്താവും, കുട്ടികൾക്ക് തോന്നും എന്റെ പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം പാരന്റ്സ് കൂടെയാണ് കുട്ടികൾ പഠിച്ച് വളർന്നു വരുന്നത്, Yes. പിന്നെയാണല്ലോ ഒരു സ്ഥാപനത്തിലോട്ട് വരുന്നത്. ഉം. അതെ. ഇപ്പോ അജ്മൽ സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനർ തന്നെയാണ് ആവശ്യം. കാരണം എന്ന് വെച്ചാല് പക്ഷെ പല പാരന്റ്സിനും അതിനെ പറ്റിയിട്ടൊരു ധാരണയില്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു പാരന്റ്സിന്റെ ഒരു ഭൂരിഭാഗം പേരും അങ്ങനെ മക്കളോട് ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം മക്കൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഓൾഡ് ജനറേഷനിലൂടാണെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഓൾറെഡി അങ്ങനെയാണ്. അവർക്ക് ഇത് ഫ്രണ്ട്ലി ആവുക എന്ന് പറയുന്നത് ഒരുപാട്, കാരണം അത് വളരെ ചുരുക്കം പേര് മാത്രമായിരിക്കും അങ്ങനെ ആയിട്ടുണ്ടായിരിക്കുക. ശരിക്കും നമ്മൾ നമ്മുടെ മക്കളോട് എപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. കാരണം മക്കളോട് നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കുന്ന സമയത്താണ് അവർക്ക് നമ്മളോടെല്ലാം ഷെയർ ചെയ്യാനും നമ്മൾ പറയുന്ന ശരിയും തെറ്റൊക്കെ ആ രീതിയിൽ, അതായത് ഒരു ഫ്രണ്ട് പറയുന്ന ആ രീതിയിൽ അവർക്ക് ഉൾക്കൊള്ളാനും അവർക്ക് ആ രീതിയിൽ എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവരെടുക്കുന്ന ഒരു പാരന്റ് പറയുന്ന ഒരു രീതിയിൽ എടുക്കുന്ന സമയത്ത് അവർക്ക് പലതും അത് അക്സെപ്റ്റ് ചെയ്യാനോ അത് ഉൾക്കൊള്ളാനോ ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും എന്തായിരിക്കുക എന്നുള്ളതാണ്, ഫ്രണ്ട്ലി ആയിട്ട് മക്കളോട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ശരിക്കും ഫ്രണ്ട്ലി ആയാൽ തന്നെ നമ്മുടെ പകുതി പണി തീർന്നു എന്നുള്ളതാണ്. നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾ അവരോട് പറഞ്ഞാൽ മതി. അത് നമ്മൾ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാലും മതി. നമ്മൾ അവരോട് ഹാർഡായിട്ട് അല്ലെങ്കിൽ അവർ ചീത്ത പറഞ്ഞിട്ട് ഒന്നും പറയണമെന്നില്ല. നമ്മൾ സ്ട്രിക്റ്റ് ആകുമ്പോഴാണ് അവർക്ക് നമ്മളോടൊരു പേടിയാണ്. അവർക്ക് നമ്മളോട് പേടിയാവുന്ന സമയത്ത് എന്തെങ്കിലും വന്ന് നമ്മളോട് ഷെയർ ചെയ്യാനോ ഒക്കെ അവർക്ക് നമ്മളോട് പേടിയാവും. അങ്ങനെ പേടിയാവുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും അവരുടെ അറിയാതെ പോകുന്നതും കുട്ടികൾ പല ആപത്തുകളിലൊക്കെ പോയി പെടുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മാക്സിമം ഫ്രണ്ട്ലി ആയിരിക്കുക. അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫ്രീഡം, അതായത് അവരുടെ താല്പര്യം എന്താണ് എന്നുള്ളതനുസരിച്ചിട്ട് അവർക്ക് അത് നൽകുക. അല്ലാതെ അവരിങ്ങനെ കെട്ടിപ്പൂട്ടി ഇടാനല്ല നമ്മള് മക്കളെ വളർത്തേണ്ടത്. അതായത് കെട്ടിപ്പൂട്ടിയിട്ട് വളർത്തരുത്. നമ്മള് പറയാറുള്ള പോലെ എന്താണ്, ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാടിൽ എന്ന് പറഞ്ഞതുപോലെ എത്ര സ്വർണ്ണക്കൂട്ടിലാണ് വളരണമെങ്കിലും റെസ്ട്രിക്ഷൻസ് ഇട്ടിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ഇട്ട് വളർത്തുമ്പോൾ അത് ഒരു കുട്ടിക്കും അത് സഹിക്കാൻ കഴിയില്ല. അവർ പുറത്തു പോയിട്ടായിരിക്കും ആ കൺട്രോളിൽ നിന്നൊക്കെ അവരുടെ ഫ്രീഡം കിട്ടാൻ വേണ്ടി നോക്കുന്നത്. അപ്പം അതൊന്നും ഒരു പാരന്റ്സിനോട് ഷെയർ ചെയ്തിട്ടായിരിക്കില്ല ചെയ്യുന്നത്. അപ്പൊ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം ഫ്രണ്ട്ലി ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ട്ലി ആവാനും കുട്ടികളായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, അതായത് അവർ തമ്മിലൊരു ആത്മബന്ധത്തിന് എങ്ങനെയാണ് ഒരു കരുത്തേകാനായിട്ട് നമുക്കിനി പറ്റുക എന്നുള്ളതിന്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇനി നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടികളാണെങ്കിലും ഒരു ടീനേജ് വരെയുള്ള പ്രായത്തിൽ അവരുടെ പല ആവശ്യങ്ങളായിട്ട് നമുക്ക് വെക്കേഷൻ ടൈമൊക്കെ വരുന്ന സമയത്ത് അവര് പാരന്റ്സിനെ പല കാര്യങ്ങൾ പറഞ്ഞ് പല രീതിയിൽ അസ്വസ്ഥമാക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ശരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാരന്റ് എന്നുള്ള നിലയിൽ ഒരിക്കലും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക വളർച്ച അവർക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അവർക്ക് അതുകൊണ്ട് തന്നെ അവരിൽ പല ഹാബിറ്റുകൾ കുറെ കൊടുത്തുകൊണ്ട് അവരെ കൂടുതലും ബിസി ആക്കി വെക്കാനായിട്ട് നമ്മൾ കൂടുതലും സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഗുണകരമായിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ അങ്ങനെയുള്ള ഹാബിറ്റുകൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് വളർത്താനും അവരുടെ സ്കില്ലൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനൊക്കെ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ഉപകാരപ്രദമായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇപ്പൊ അവർ ഇഷ്ടപ്പെടുന്ന, അതായത് ഇവിടെ അവരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് എന്തെങ്കിലും കോഴ്സുകളിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ നമുക്ക് അവർ ചോദിപ്പിച്ചോ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഒരുവിധം അറിയുന്ന ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇപ്പൊ നമുക്കറിയാം ഡാൻസ്, സ്വിമ്മിങ് ഉണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, സ്പോർട്സ് തുടങ്ങി പല കാര്യങ്ങൾക്കും നമുക്ക് അവരെ കൊണ്ട് ചേർക്കാം. പക്ഷെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമായിരിക്കരുത്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആയിരിക്കണമെന്ന് മാത്രം. കാരണം അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ എപ്പോഴും പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ മക്കളാണെങ്കിലും അവരൊക്കെ ഇൻഡിവിജ്വൽസ് ആണെന്നുള്ള സത്യം ആദ്യം നമ്മൾ പാരന്റ്സ് അംഗീകരിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഒരു കൺട്രോളിൽ അവരെ നിർത്താനുള്ളൊരു നമുക്ക് അങ്ങനെ തോന്നലുണ്ടാവുന്നത്. അവര് വേറൊരു ഇൻഡിവിജ്വൽ ആണ്. എത്ര തന്നെയാണെങ്കിലും അവർ ഇൻഡിവിജ്വൽ ആണ്. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. അതാദ്യം നമ്മൾ റെസ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോ ഡാൻസ്, സ്വിമ്മിങ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തും ആകട്ടെ നമ്മൾ കുട്ടികളുടെ ഇഷ്ടത്തിനെ കുറിച്ച് മാത്രം കോഴ്സ് സെലക്ട് ചെയ്ത് അവരതിന് വിട്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ റൊട്ടീൻ, അതായത് ഇപ്പോ
2 മാസം കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ ഈ കുട്ടികൾക്ക് ഈ 2 മാസം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചില റൂട്ടീൻസ് ഒക്കെ ഉണ്ടാക്കി നൽകുന്നത് വളരെ ഉപകാരം. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ. അപ്പോ റൂട്ടീൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമുക്ക് അങ്ങനെ കറക്റ്റ് റൂട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ അവർ അതനുസരിച്ച് ഫോളോ ചെയ്യും. അപ്പൊ അവരുടെ പിന്നീടുള്ള റൂട്ടീൻ തന്നെ ഫോളോ ചെയ്യുന്ന സമയത്ത് അവരുടെ പിന്നീടുള്ള ഫ്യൂച്ചർ ലൈഫിലാണെങ്കിലും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആവും അവർക്ക്. പിന്നെ നമ്മള് എന്താ പറയാ, നമ്മൾ റിലേറ്റീവ്സിന് ഒരുപാട് നമുക്ക് റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും. പക്ഷെ പല റിലേറ്റീവ്സിനെയും നമ്മുടെ മക്കൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോ ഈ റിലേറ്റീവ്സിനെയൊക്കെ വീടുകളൊക്കെ സന്ദർശിക്കുക. എന്നിട്ട് നമുക്ക് ഈ ബന്ധുമിത്രാദികളൊക്കെ ആയിട്ടുള്ള ഒരു പരിചയം കുട്ടികൾക്ക് പുതുക്കി കൊടുക്കുന്നതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് കുറെ യാത്രകൾ നടത്താനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കുട്ടികളോടൊപ്പം ചേർന്നിട്ട് 2 മാസം വെക്കേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മാക്സിമം ടൈം കണ്ടെത്തിയിട്ട് അവരോടൊപ്പം യാത്രകൾ, നമ്മൾ ഹിസ്റ്റോറിക്കൽ പ്ലേസും മോണുമെന്റ്സിലൊക്കെ പോകാനൊക്കെ നോക്കുക. കാരണം അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അവർക്കിങ്ങനെ, അതായത് അവിടെ പോവുകയും അത്തരം ഹിസ്റ്ററികളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതായത് അങ്ങനെയുള്ള ഹിസ്റ്ററികൾ അവിടെ ഇങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മൾ താജ്മഹലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ഹിസ്റ്ററികൾ, അതായത് മുഗൾ ഭരണത്തിന്റെ ഹിസ്റ്ററികൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ പഠിക്കുന്നതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് അതുമായിട്ട് ഇമാജിൻ ചെയ്തിട്ടോ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് അവർക്ക് പഠിക്കാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്. അതുപോലെ പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ, ഇപ്പൊ നമ്മൾ അതുപോലെ തന്നെ സൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം കുട്ടികൾക്ക്. അതായത് കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മൃഗങ്ങളെ പറ്റിയിട്ടും അങ്ങനെയുള്ള അവയർനെസ് കിട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. പിന്നെ എന്ന് പറഞ്ഞാല് കൂടുതലും അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് ആയിട്ട് കുട്ടികളെ കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ അടുത്തേക്ക് വിടുക, അതായത് ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തേക്ക് വെക്കേഷൻ ടൈമിൽ വിടുക. അവരായിട്ട്, അതായത് ചിലപ്പോ ഫ്ലാറ്റിലോ ഒക്കെ താമസിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോ ചില മറ്റു ടൗണിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒരു ഗ്രാമത്തിന്റെ ഒരു അന്തരീക്ഷം കിട്ടാന്ന് പറയുന്നത് തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള അവിടുത്തെ കുട്ടികളായിട്ടുള്ള ഇന്ററാക്ട് ചെയ്യാനും അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ എന്താ പറയാ രീതികളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് അവർക്കൊക്കെ ഒരു പുതിയൊരു അനുഭവമായിരിക്കും ശരിക്കും അതൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഈ ഗ്രാൻഡ് പാരന്റ്സിനടുത്താണെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും, അത് പഴയ കുറെ കാര്യങ്ങൾ അവർക്ക് അറിയാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആവും അത്, അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ സയന്റിഫിക്കലി നമ്മൾക്ക് എന്തെങ്കിലും, ഇപ്പൊ നമ്മള് ചില എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ സയൻസിൽ സബ്ജക്റ്റിലൊക്കെ ആണെങ്കിൽ നമ്മള് ഓരോ എക്സ്പെരിമെന്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ പറ്റുമെങ്കിൽ നിങ്ങൾ അത്തരം എക്സ്പെരിമെന്റ്സ് പാരന്റ്സ് കൂടെ ഇരുന്നിട്ട് കുട്ടികളോടൊപ്പം ചേർന്ന് ആ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് നോക്കാനായിട്ട് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. കാരണം ഫുൾ എല്ലാ എക്സ്പെരിമെന്റ്സും നമ്മൾ സ്കൂളിൽ ചെയ്യില്ല, കുറച്ച് എക്സ്പെരിമെന്റ്സ് മാത്രമാണ് ചെയ്യാറുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ കുട്ടികളോടൊപ്പം ചെയ്യുമ്പോൾ അവരുടെ ഈ സയൻസിൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ നോളജ് ഒക്കെ കുറച്ച് കൂടുതലാവാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെയാണെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആൽഫബെറ്റ്സിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ ഓരോന്നും പറഞ്ഞിട്ട്, അതായത് ഇങ്ങനെ ABCDയുടെ ഓരോ ആൽഫബെറ്റ്സ് ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കാം. അതുപോലെ തന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറയാം, അതായത് ഇത്ര ഇതിപ്പോ ഓരോ ലെറ്റർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ അത് പഠിക്കുന്നതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അതൊരു ഗെയിമിന്റെ ആക്ടിവിറ്റി പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. പഠിക്കുന്ന കാര്യമാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിലും ഒരു ഗെയിം ആക്ടിവിറ്റി പോലെ കൊടുക്കുന്നത്. ഇപ്പൊ വലിയ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ആ ഒരു ഗെയിമിന്റെ ആക്ടിവിറ്റി പോലെ ഗെയിം പോലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് എന്താ പറയാ, കൂടുതലും നല്ലൊരു കുറച്ചും കൂടി അവർക്ക് അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നു. മാത്രമല്ല എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടും എന്നൊരു പ്രതീക്ഷയായിരിക്കും കൂടുതലും. അപ്പൊ അവർക്കത് ചെയ്ത് തീർക്കാൻ, കുട്ടികള് വലിയ കുട്ടിയും ചെറിയ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊരു കോമ്പറ്റീഷൻ വെക്കുക. അപ്പോ ആർക്കാണ് ജയിക്കേണ്ടത്, ഞാൻ ജയിക്കണം എന്നൊരു തോന്നലായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അത് ചെയ്യാനുള്ളത് നല്ലൊരു സാധ്യതയാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാറുണ്ടോ? കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാറുണ്ടോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കാമോ?
ഓ കേൾക്കാം. ഉണ്ട്. എന്നാ ഒന്ന് പറയാമോ, നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് നിങ്ങൾ വീടുകളിലെ ജോലികളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ടോ? ചെറിയ ജോലികളൊക്കെ എങ്ങനെയാ ചെയ്യിപ്പിക്കാറുണ്ടോ? നമ്മുടെ കൂടെ ജോലി ചെയ്യിപ്പിക്കാറുണ്ട് മാഡം. അത്ര ശബ്ദം കേൾക്കുന്നില്ല, ഒന്ന് ഉറക്കെ പറയാമോ? ഹലോ, അവർക്ക് വേണ്ട ചെയ്യിക്കാറുണ്ട്. ചെയ്യിക്കാറുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ചെറിയ ചെറിയ ജോലികൾ ശീലിപ്പിച്ച് കൊണ്ടുവരുന്നത് നല്ലതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതും നമുക്ക് ജോലിയായിട്ട് ചെയ്യിപ്പിക്കേണ്ടവരെ കൊണ്ട്, അതായത് ജോലി എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നമ്മൾ ജസ്റ്റ് അതൊരു ഗെയിമാക്കി എടുക്കാം. അതായത് അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ജോലി ഉണ്ടാവും. ഒരു ദിവസം അവർ ചെയ്യുന്ന ജോലികളും നമ്മൾ എന്താക്കി എടുക്കുക, ഗെയിമായിട്ട് വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതായത് ചെറിയ ചെറിയ പേപ്പറുകളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അവർ ചെയ്യേണ്ട ജോലി, ഇപ്പൊ നമ്മള് ടേബിൾ ക്ലീൻ ആക്കാം, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് മടക്കി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ചെറിയ തുണ്ട് പേപ്പറുകളിലാക്കി എഴുതി ചുരുട്ടി വെക്കുക. എന്നിട്ട് ഒരു ബോക്സിൽ ഇട്ട് വെക്കുക. ബോക്സിൽ ഇട്ടിട്ട് അവരോട് പറയുക, ഓരോ ദിവസവും നിങ്ങൾ ഇത് എടുക്കുക, ഒരു എന്താ പറയാ ടാസ്ക് ചെയ്യാൻ വേണ്ടി ടാസ്ക് ആയിട്ടാണ് അത് കൊടുക്കുക. അപ്പൊ നമ്മൾ എടുക്കുക, എന്നിട്ട് അവർ അതിൽ നോക്കുമ്പോൾ അവർക്ക് എന്താ കിട്ടുന്ന ടാസ്ക് അത് അവർ ചെയ്യുക. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു ഗെയിം ആയിട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഗെയിം ആയിട്ട് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാന്നോ, അല്ലെങ്കിൽ പുറത്ത് കൊണ്ടാവാന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓഫർ കൂടി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ചെയ്യും. ഒരു ശീലമായിട്ട് അവരത് തന്നെ. കാരണം നമുക്ക് മാക്സിമം ഒരു 21 ഡേയ്സിലാണ് നമുക്ക് ശീലം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് കിട്ടുന്നത് 2 മാസമാണെങ്കിലും ആ മാസത്തിനുള്ളിൽ നമുക്ക് മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെന്ന് പറയുന്നത്, അവർക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് ആ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. ചിത്രം വരയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാം, പെയിന്റ് ചെയ്യാം, അങ്ങനെയുള്ള ഒക്കെ അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് ഹെൽപ്പ് ആയിരിക്കും. പിന്നെ അവർക്ക് ഒരുപാട് ബുക്കുകൾ, ചെറിയ കഥാബുക്കുകളൊക്കെ, ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും അവർക്ക് വായിക്കാനായിട്ട് അങ്ങനെയുള്ള ബുക്കുകളൊക്കെ മേടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ അത് അവരെ കൊണ്ട് വായിപ്പിക്കുക, അവരെ കൊണ്ട് അത് വായിപ്പിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറയാം. ഒരു സാധാരണ ഒരു മൈക്കൊക്കെ പിടിച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം. കാരണം അവർക്കിപ്പോ പിന്നീട് അത് സ്കൂളിലാണെങ്കിലും ശരി, ഭാവിയിൽ മറ്റ് തലങ്ങളിലേക്ക് പോയി പോകുമ്പോഴാണെങ്കിലും ശരി, ഒരു സ്റ്റേജ് ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അതിൽ നിന്നൊക്കെ മാറി പെരുമാറാനുള്ള ഒരു അവസരമായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ നൽകുമ്പോൾ അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നല്ല ബുക്കൊക്കെ വായിച്ച് അവർക്ക് നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് പറയും. പിന്നെ നമ്മൾ എന്താണ് നമുക്ക് റൊട്ടീൻസ് എന്ന് പറയുന്നത്, ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്തൊക്കെയാണ് റൊട്ടീൻസ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ റൊട്ടീൻസ് റൊട്ടീൻ കുട്ടികൾക്ക് ക്രമീകരിച്ച് കൊടുത്തിട്ടുണ്ടോ? ഹലോ ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഒന്ന് പറയോ, നിങ്ങള് വീട്ടിൽ എങ്ങനെയാണ് റൊട്ടീൻസ്, കുട്ടികൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള റൊട്ടീൻ ക്രമീകരിച്ച് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഓരോ ദിവസവും? ഹലോ, റൊട്ടീൻ മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഇല്ല മാം. അതായത് നമ്മൾ റൊട്ടീൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് ചെയ്യേണ്ട, അതായത് ഓരോ സമയം ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് ഇപ്പൊ രാവിലെ എണീക്കുന്നു, നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാ, രാവിലെ ഈ സമയത്ത് എണീക്കണം. അതായത് കൃത്യസമയം പറഞ്ഞു കൊടുക്കുക. ഒരു 7 മണിക്കാണെങ്കിൽ 7 മണി, അല്ലെങ്കിൽ 7:30 ആണെങ്കിൽ 7:30, ആ സമയത്ത് എണീച്ചിരിക്കണം. ആ സമയത്ത് എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് പോയി ഫ്രഷ് അപ്പ് ആവുക. അത് കഴിഞ്ഞ ശേഷം പിന്നെന്താണ്, പ്രെയർ ഉണ്ടാകും. അതിനുശേഷം മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനായിട്ട് പറയാം അവരോട്. മെഡിറ്റേഷൻ വളരെ നല്ലതാണ്. അപ്പൊ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനായിട്ട് പറയാം. പിന്നെ എക്സസൈസസ്, നമുക്ക് എന്തെങ്കിലും നടക്കാനൊക്കെ ആയിട്ട് പോകാം, അതിന് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയാം. പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ടീ ടൈം ആയിരിക്കും. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും റീഡിങ്ങോ അല്ലെങ്കിൽ കളറിങ്ങോ ഒക്കെ ചെയ്യാം. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതിനുശേഷം എന്ത് ചെയ്യാം, അവരുടെ പ്ലേ ടൈം ആയിട്ട് കൊടുക്കാം.
അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനോ അല്ലെങ്കിൽ പ്ലേ ടൈം അവർ എന്താണോ അതിന് ഇഷ്ടമുള്ളത് അതിന്റെ കൂടെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഉച്ച വരെയുള്ള ടൈമിലാണ് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ള ആ ടാസ്ക് നമുക്ക് കൊടുക്കാം. ലഞ്ച് ടൈമിന് ശേഷം അവർ ആഫ്റ്റർനൂണിൽ നമുക്ക് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു നാപ്പ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല കാർട്ടൂൺ കാണാനോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാനോ എന്തെങ്കിലും ഒരു അവസരം കൊടുക്കാം. പിന്നെ 4 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ അവർ പുറത്തു പോയി കളിക്കണമെങ്കിൽ കളിക്കാം. പിന്നെ അവർക്കൊരു മൊബൈൽ കാണാനും ടി വി കാണാനും ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടൈം നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ഏതൊരു മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും പുറത്തു പോയിട്ടുള്ള ഇന്ററാക്ഷൻ, അതായത് പുറത്തു പോയി മറ്റു കുട്ടികളോടൊപ്പം നമ്മൾ ഫിസിക്കലായിട്ട് കളിക്കുക എന്നുള്ള ഒരു ഉണ്ടല്ലേ, അത് ചെയ്യാനായിട്ട് കൂടുതലും ശ്രമിക്കാം. അപ്പൊ മൊബൈൽ നോക്കുമ്പോൾ ഇത്ര സമയമാണ് മൊബൈൽ തരുള്ളൂ എന്നുള്ളത് നേരത്തെ തന്നെ പറയണേ. ഓരോ സമയവും അതുപോലെ അവർ എത്രമാത്രം നന്നായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അനുസരിച്ചിട്ട് അവർക്ക് ഇപ്പൊ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ കൊടുക്കില്ല. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. പിന്നെ രാത്രിയൊക്കെ ആകുന്ന സമയത്ത് കുറച്ച് നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് വീട്ടുകാരൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളികൾ കുട്ടികളായിട്ട് തന്നെ വീട്ടുകാരും കുട്ടികളായിട്ട് എന്തെങ്കിലുമൊക്കെ കളികളിൽ ഏർപ്പെട്ടിട്ട് ഒരു ഫാമിലി ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ബുക്കൊക്കെ വായിച്ച് രാത്രി കിടക്കുമ്പോൾ ഒരിക്കലും മൊബൈൽ നോക്കാനായിട്ട് അവരെ സമ്മതിക്കരുത്. മൊബൈൽ മാറ്റി വെച്ചിട്ട് ബുക്കുകൾ വായിച്ചിട്ട് മാത്രം കിടക്കാനായിട്ട് അവരോട് പറയാം. ഓക്കെ, അതായത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രെയർ ചെയ്യാന്നുള്ളതും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാന്നുള്ളതും. ഗ്രാറ്റിറ്റ്യൂഡ് മസ്റ്റാണ്. കാരണം നമ്മൾ എത്രമാത്രം നന്ദി പറയുന്നു അത്രമാത്രം നമുക്ക് നന്മ മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം അവർക്ക് ലഭിച്ച കാര്യങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് പ്രത്യേകം നിങ്ങൾ പറയും. ഓക്കെ, പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഒരിക്കലും കുട്ടികളെ വേറെ കുട്ടികളായിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഓരോ ജീവനും എന്താണ് പ്രഷ്യസ് ആണ് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും ഒരാൾക്കുള്ള കഴിവ് ഒരാൾക്ക് മറ്റൊരാൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ അയാളെക്കാളും വേറൊരു നല്ലൊരു കഴിവ് നമ്മുടെ മക്കൾക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അല്ലാതെ അവർ ഒരിക്കലും എന്ത് ചെയ്യരുത്, കുട്ടികളെ മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ പറയുന്നത് കുട്ടികളോട് നല്ല ഹാബിറ്റ് ഒക്കെ വളർത്താനായിട്ട് ശ്രമിക്കുക. കാരണം വെച്ചാല് രാവിലെ എണീച്ചതൊക്കെ ബെഡ്ഷീറ്റും മടക്കാന്, രാവിലെ എണീച്ചതും തലമുടിയൊക്കെ സെൽഫായിട്ട് ചീക്കി കെട്ടി ഫ്രഷ് ആവുക, അതുപോലെ തന്നെ വൃത്തിയായിട്ട് നടക്കുക, അതായത് കൃത്യസമയത്ത് കുളിക്കുക, അതുപോലെ കൈ നഖങ്ങളൊക്കെ വെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ടേബിളൊക്കെ ഒതുക്കി വെക്കുക, അങ്ങനെയൊക്കെ ശീലിപ്പിക്കുക. അതുപോലെ തന്നെ അവരെ കൊണ്ട് തന്നെ അവരുടെ റൊട്ടീൻ എങ്ങനെയാണ്, ഡെയിലി റൊട്ടീൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് സെറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതായത് ഇന്നത്തെ റൊട്ടീൻ നാളത്തെ റൊട്ടീൻ ഇന്ന് തന്നെ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ വെച്ചാൽ നമുക്ക് എല്ലാം ഓർമ്മയിൽ ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കണം, ഈ സമയത്ത് ഇത് ചെയ്തു, അങ്ങനെ ഓരോന്നും എഴുതി വെച്ചിട്ട് അത് നമ്മൾ ടിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. ആ ഒരു ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നും. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നാലോചിക്കും. അപ്പൊ കുട്ടികളെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ സെൽഫ് ലവ് ചെയ്യാനായിട്ട് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രോബ്ലംസ് എന്ന് പറയുന്നത്, നമുക്ക് ചില കുട്ടികൾക്ക് ബോഡി ഷെയ്മിങ് ഒക്കെ ഭയങ്കര ഹേർട്ട് ആവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സൊസൈറ്റിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സൊസൈറ്റി അങ്ങനെയാണ്. കാരണം ബോഡി ഷെയ്മിങ് ഒരുപാട് ചെയ്തിട്ട് കുട്ടികൾക്ക് അത് ഒരുപാട് ഹേർട്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാതിരിക്കുന്നതും മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യാതിരിക്കുന്നതുമായ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് മാക്സിമം എന്താ ചെയ്യുക, നമ്മൾ അവരെ സെൽഫ് ലവ് ശീലിപ്പിക്കുക. അതൊന്നും മറ്റുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ബോധേഡ് ആവരുത്, അതിനെ പറ്റിയിട്ട് ബോധേഡ് ആവരുത് എന്നുള്ളതിനെ പറ്റിയിട്ട് അവരെ നിങ്ങൾ മനസ്സിലാക്കിപ്പിക്കുക. നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ മാത്രം ചിന്തിച്ചാൽ മതി, അല്ലാണ്ട് മറ്റുള്ളവര് നമ്മളെ പറ്റി എന്ത് പറയണമെന്നോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അവധിക്കാലങ്ങളിലൊക്കെ ഇങ്ങനെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, അവർക്ക്
ഇപ്പൊ നമ്മള് അവരുടെ കായികക്ഷമതയൊക്കെ അപ്പൊ നമ്മൾ അവരുടെ ചിന്ത, അതുപോലെ തന്നെ അവരുടെ വിവേചനശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനും, അതുപോലെ തന്നെ ഈ വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനുള്ള സാധ്യത കുറയ്ക്കാനൊക്കെ ഇങ്ങനെ ഈ എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ എന്താ പറയാ, അവർക്ക് നന്നായിട്ട് ഉറങ്ങാനും, അതുപോലെ തന്നെ ഓർമ്മശക്തി കുറയ്ക്കാൻ, ഓർമ്മശക്തി കൂട്ടാനൊക്കെ അവർക്ക് ഒരുപാട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മളിപ്പോ ഇങ്ങനെയുള്ള, അതായത് എക്സസൈസ് അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ എന്താ പറയാ, അവർക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് ഒരുപാട് വിട്ടു നിൽക്കാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. കാരണം പുറത്ത് പോയി കളിച്ച് മറ്റുള്ള കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതായത് ഇവിടെ നമുക്ക് ഒരു വന്നു കഴിഞ്ഞാൽ മൊബൈലൊന്നും അധികം നോക്കാനുള്ളൊരു ഇതുണ്ടാവൂല. അവര് പിന്നെ പിന്നെ വന്നതിന് ക്ഷീണമായി, പിന്നെ അവര് ഫുഡ് കഴിച്ച് കുളിച്ച് കിടന്നുറങ്ങുക, ആ രീതിയിലേക്കായിട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ടീനേജ് പ്രായമാവാറാവുന്ന സമയത്തൊക്കെ ഒരു പെട്ടെന്നൊരു ചേഞ്ച് ആണ് കുട്ടികൾക്ക് ഉണ്ടാകുക. അപ്പൊ ഇങ്ങനെയുള്ള സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ശരിക്കും എന്താ പറയാ, അവരുടെ ഈ മാറ്റം ഉണ്ടല്ലോ, ആ മാറ്റവുമായിട്ട് വളർച്ചയിൽ ഉണ്ടാകുന്ന മാറ്റവുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് അവർക്കത് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഒരിക്കലും ഒരുപാട് നേരം കുട്ടികൾക്ക് മൊബൈൽ നൽകാതിരിക്കാൻ മെയിൻ ആയിട്ട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ കുട്ടികൾ ഏത് നേരവും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മൊബൈൽ നോക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കുമല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മൊബൈൽ നോക്കി നോക്കി അവരെപ്പോഴും ഒരു ഒറ്റയ്ക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ ഏകാന്തതയൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. അപ്പൊ അവർക്ക് മറ്റുള്ളവരായിട്ടുള്ള ഇന്ററാക്ട് ചെയ്യാനോ ഒരു അതെ 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 കൊറോണയ്ക്ക് ശേഷമാണ് മാറ്റം വന്നത്, ശരിയാണ്. അപ്പൊ മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പൊ ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്തപ്പോ അങ്ങനെ ഡിപ്രഷനും ലോൺലിനെസ് ഒക്കെ ഉണ്ടാവുക, അതുപോലെ തന്നെ പേടി ഉണ്ടാവുക, മെമ്മറി ലോസ് ഉണ്ടാവുക, ഉറക്കം കുറവുണ്ടാവുക, അതൊക്കെ കാരണമാവുന്നത് മൊബൈലിന്റെ ഒരു പ്രശ്നം കാരണമാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം മൊബൈലിൽ നിന്നും അവർക്ക് ഒരു വിട്ടു നിൽക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞില്ല, അവർക്ക് ഇഷ്ടമുള്ള വ്യായാമങ്ങൾ അത് ചെയ്യാനായിട്ട് അതായത് അവരെന്താണോ അവർക്ക് ഹാപ്പി ആകുന്നത്. ഇപ്പൊ നമ്മൾ എന്താ പറയുക, സൈക്ലിംഗ് ചെയ്യാനായിരിക്കാം ചിലർക്ക് ഇഷ്ടം, ഷട്ടിൽ കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാകാം, അതുപോലെ തന്നെ ചെസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനെ ഇഷ്ടമുള്ള അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അവരതിൽ വിട്ടാക്കുക. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കാൻ ആണെങ്കിൽ അവരെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം അതൊക്കെ മ്യൂസിക്കുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വേറൊരു തരത്തിലുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ചെറുപ്പം മുതലേ അവരത് ശീലിക്കുന്ന സമയത്ത് ഭാവിയിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാനും, പ്രമേഹം തുടങ്ങിയവയൊക്കെ വരാതിരിക്കാനൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക, എല്ലിന്റെ ഒക്കെ ബലം, അതുപോലെ തന്നെ ഈ അസ്ഥിവേദനയൊക്കെ നമുക്ക് ഒരു പ്രായമാകുമ്പോൾ ഉണ്ടാകുമല്ലോ, അതൊക്കെ നമുക്ക് ഇല്ലാതിരിക്കാനൊക്കെ ഈ ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ. നമുക്ക് എങ്ങനെയാണ് മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതായത് പാരന്റ് ലോക്ക് എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട്, അത് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം, മൊബൈൽ കൊടുത്തിട്ട് അവർ നമ്മൾ കൊടുത്താൽ തിരിച്ചു തരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അവർ സമയം കഴിഞ്ഞാലും അപ്പൊ തന്നെ തരണമെന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പാരന്റ് ലോക്ക് എന്ന് പറയുന്ന സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മൾ അടുത്തില്ല, വേറെ എവിടെയെങ്കിലും ആണ്, പക്ഷെ കുട്ടികള് അവർക്ക് മൊബൈൽ നോക്കാനുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാരന്റ് ലോക്ക് സെറ്റ് ചെയ്യാനുള്ള ആപ്പുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് യൂസ് ചെയ്തിട്ട് പാരന്റ് ലോക്ക് നമുക്ക് അവിടെ നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യാം. പിന്നെ ഫോണിന് പകരം നമുക്ക് ചെസ്, പണ്ട് കളിക്കുന്ന പോലെ പാമ്പുംകോണി ഉണ്ട്, ക്യാരംസ് ഉണ്ട്, അങ്ങനെയുള്ള ഗെയിം ഒക്കെ ഉണ്ടല്ലോ, അത് കളിപ്പിക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും ഫോൺ യൂസ് ചെയ്യാൻ കൃത്യസമയം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് എപ്പോഴും അവര് സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളോടൊപ്പം, അതുപോലെ തന്നെ ഫാമിലിയിലുള്ള അവരുടെ കസിൻസ് അങ്ങനെയുള്ളവരോടൊപ്പം കൂടുതലും യാത്രയൊക്കെ ചെയ്യാനുള്ള അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുക. പിന്നെ നമ്മളിപ്പോ കുട്ടികളുടെ പ്രായം അനുസരിച്ചിട്ട് എന്താണ് സെറ്റ് ചെയ്യേണ്ടത്. കൗമാരക്കാർക്ക് റൊട്ടീനാണോ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേ? റൊട്ടീൻ സെറ്റ് ചെയ്യേണ്ട കാര്യമാണോ ചോദിച്ചാൽ? പിന്നെന്താണ്?
ഒന്ന് വോയിസിൽ പറയോ? വോയിസിൽ പറയാമോ? ആ, കൗമാരക്കാർക്കും ഇങ്ങനെ തന്നെ ചെയ്യാം. കാരണം എന്താ വെച്ചാല് നമുക്കിങ്ങനെ അവരോട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യണമെന്നില്ല അല്ലെ. കൗമാരക്കാരന്റെ ആവുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഇത്ര യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കണമെന്നില്ല. പിന്നെ വാശിയായി കഴിയില്ല അല്ലെ. ഓക്കെ. അപ്പൊ അപ്പൊ അവരുടെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. കാരണം കൗമാരക്കാരാണെങ്കിലും ഈ കുഞ്ഞു പിള്ളേരാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തത് അവർക്കൊരു ലോക്ക്, നമ്മൾ പറഞ്ഞില്ലേ പാരന്റ്സ് ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാരണം പിന്നെ അവർക്കായിട്ട് സ്വന്തമായിട്ട് മൊബൈൽ ഉണ്ടാവരുത്. ഈ കൗമാരപ്രായം വരെയുള്ള കുട്ടികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടാവരുത്. അവർ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പാരന്റ്സിന്റെ മൊബൈൽ യൂസ് ചെയ്തിട്ടായിരിക്കണം നോക്കേണ്ടത്. അതല്ല പാരന്റ്സിന്റെ മൊബൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലോക്ക് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, പിന്നെ നോക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ലോക്ക്, പാരന്റൽ ലോക്ക് ഉണ്ട്, അത് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് മാക്സിമം അവരും ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അവര് കൂടുതലും അവരുടേതായിട്ടുള്ള എന്റർടൈൻമെന്റ്, അതായത് ട്രാവലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാം. പിന്നെ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ അവരുടെ പ്രായം അനുസരിച്ച് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് അവരെ ഉൾപ്പെടുത്താൻ പറ്റും. അതായത് ഇപ്പോ വെജിറ്റബിൾ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ മറ്റെന്ത് കാര്യം ഫുഡ് ഉണ്ടാക്കാം. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാനായിട്ട് അവരെ നമുക്ക് പറയാം. കാരണം അവർക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും. ഇപ്പൊ അവരുണ്ടാക്കി കൊണ്ടുവരുന്ന ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടാലന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം. അപ്പൊ അവർക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാനൊക്കെ ഒരു ത്വര ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ കുഞ്ഞു പിള്ളേരാണെങ്കിൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കുകയൊന്നും വേണ്ട. നമ്മൾ പണ്ടൊക്കെ കളിക്കുന്നത് പോലെ കളിമണ്ണ് കൊണ്ടൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കി കളിക്കുമല്ലോ, കേക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറയും. കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് തന്നെ അവരുടെ ഹോബികളൊക്കെ നമുക്ക് വളർത്താം. ഇപ്പൊ ചിലവർക്ക് ഇഷ്ടം പാചകം ചെയ്യാനായിരിക്കും, നമ്മൾ അപ്പൊ മാക്സിമം അവരുടെ കൂടെ നിൽക്കുക. ചിലവരാണെങ്കിൽ വയലിൻ പഠിക്കാനോ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനൊക്കെ ആയിരിക്കും. ചിലർക്ക് ക്രാഫ്റ്റ് ആയിരിക്കും, ചിലർക്ക് ഡാൻസ് ആയിരിക്കും, ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കും. എന്താണോ അവരുടെ താല്പര്യം അതനുസരിച്ച് നിൽക്കാന്ന് മാത്രമല്ല അവരുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കുക. ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് അതായത് നിങ്ങള് എന്താ പറയാ, കുട്ടികൾക്ക് റിജക്ഷൻ, അതായത് റിജക്ഷൻ ചെയ്യിക്കാനായിട്ട്, അതായത് കുട്ടികൾ എന്ത് പറഞ്ഞാലും നമ്മളത് കുട്ടികൾക്ക് സാധിച്ചു കൊടുക്കരുത്. സാധിച്ചു കൊടുക്കുന്നത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ റിജക്ട് ചെയ്ത് ശീലിപ്പിക്കണം. അപ്പൊ ഞാൻ അതാണ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ആകുന്ന സമയത്ത് നമുക്ക് കുട്ടികളോട് ചില കാര്യങ്ങൾ നമ്മൾ റിജക്ട് ചെയ്താലും കുട്ടികൾ ആ രീതിയിൽ എടുക്കുള്ളൂ. കാരണം നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഭാവിയിൽ എങ്ങാനും അവർക്ക് എന്തെങ്കിലും കിട്ടാതെ വരുന്ന സമയത്ത് അത് പിന്നീട് അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും. അതായിരിക്കും പിന്നീട് അവരുടെ ഡിപ്രഷന് കാരണമാവുന്നത്. ഓക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരിക്കലും അവർക്ക് നിങ്ങൾ റിജക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ നിങ്ങൾ വെച്ചിരിക്കണം. ചില കാര്യങ്ങളൊക്കെ അവർക്ക് പറ്റില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റുന്നതാണെങ്കിൽ പോലും പറ്റില്ല എന്ന് പറയുക. കാരണം എല്ലാം അവർക്ക് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ അത് പിന്നീട് അവർക്ക് എല്ലാം ഞങ്ങൾക്ക് അവൈലബിൾ ആകും. അവർക്ക് സക്സസ് ഒരു വിജയം ഉണ്ടായില്ലെങ്കിൽ പോലും പിന്നീട് അവർക്ക് അത് ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകാനൊരു സ്റ്റേജ് ഉണ്ടാക്കും. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മള് കലണ്ടർ സെറ്റ് ചെയ്യാം. കലണ്ടർ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓരോ വീക്കെൻഡിലും ഓരോ സ്ഥലത്തേക്ക് പോകും എന്ന് വിചാരിക്കുക. കുട്ടികളോട് പറയാം നമുക്ക് ഈ വെക്കേഷനിൽ ഓരോ വീക്കെൻഡിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് കലണ്ടറിൽ ഈ വീക്കെൻഡിൽ എവിടെയാണ് പോവേണ്ടത് എന്നുള്ളത് എഴുതി വെക്കും. എന്നിട്ട് പറയാം ഈ ആഴ്ച നിങ്ങൾ പറയുന്നത് പോലെ, അതായത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ വീക്കെൻഡിൽ ഇന്ന സ്ഥലത്തിലേക്ക് പോകുള്ളൂ. അതിപ്പോ എന്തും ആകാം. എന്താ പറയാ, ലേറ്റ് നൈറ്റിൽ ഔട്ട് ആകാം, അതുപോലെ തന്നെ ബീച്ചിൽ പോകുന്നതാകാം, മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നതാകാം, പിക്നിക് ആകാം, അങ്ങനെ എന്തും ആവാം. ഓക്കെ. അതൊക്കെ അവർക്ക് ഫിലിം കാണാൻ വേണ്ടി പോകുന്നതാകാം. അവർക്ക് അതായത് അവരെങ്ങനെയാണോ ചെയ്യുന്നത്, അതായത് നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഞാൻ പറഞ്ഞ മറ്റെല്ലാ ആക്ടിവിറ്റീസും
അവര് ചെയ്യുന്നത് വളരെ വൃത്തിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് അതിന്റെ പോയിന്റ് അനുസരിച്ച് മാത്രമാണ് ഇങ്ങനൊരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുള്ളൂ എന്നുള്ളത് നേരത്തെ ഉറപ്പിക്കുക. അല്ലെങ്കിൽ അത് ക്യാൻസൽ ആക്കും എന്നുള്ളത് മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് അത് ഇങ്ങനെയുള്ള ഒരു പിക്നിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാവലിംഗ് അങ്ങനെ കിട്ടാൻ വീക്കെൻഡിലുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഹോട്ട് റെസ്റ്റോറന്റിൽ പോകുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരോട് അങ്ങനെ പറയാം. ഓക്കെ. പിന്നെ ക്യാമ്പുകളിലേക്കൊക്കെ ഉണ്ടാവും. വെക്കേഷനിൽ ക്യാമ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനകത്ത് കുട്ടികളെ തനിച്ച് വിടുക. കാരണം വെച്ചാൽ അവർ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും എന്ന് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയായിരിക്കും കുട്ടികൾക്ക് അത് ഉണ്ടാവുക. ഓക്കെ. പിന്നെ മണിയൊക്കെ സേവ് ചെയ്യാനായിട്ട് ഈ സമയത്താണെങ്കിലും അവർക്ക് കിട്ടുന്ന പണം മാക്സിമം സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവ് അത് നമ്മൾ ഇപ്പൊ തന്നെ ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്ത് അപ്പൊ ഈ പൈസ സേവ് ചെയ്തിട്ട് ഈ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു എമൗണ്ട് ആവുന്ന സമയത്ത് അതുകൊണ്ട് എന്തെങ്കിലും വേടിപ്പിക്കുക. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിക്കാനായിട്ട് നമ്മൾ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു നമ്മളും കുറച്ച് പൈസ അതുപോലെ ചേർത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ മേടിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. കാരണം വെച്ചാല് നമുക്ക് നമ്മൾ തന്നെ സേവ് ചെയ്തിട്ട് മേടിക്കാന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ. പിന്നീട് ആ ഒരു സേവിങ് മെന്റാലിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. പിന്നെ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ആ ട്രക്കിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ആ ട്രക്കിങ്ങിൽ ജേണലൊക്കെ എഴുതി വെക്കാം. ജേണലൊക്കെ എഴുതി അവരെ കൊണ്ട് പറയാം, നിങ്ങൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ അവിടെ കണ്ട കാര്യങ്ങള്, പ്രകൃതി ഭംഗി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ജേണലാക്കി എഴുതി വെക്കണം. എന്നിട്ട് അത് നിങ്ങൾ എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക എന്ന് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരാനൊക്കെ പറയാം. പിന്നെ ഗേൾസ് ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അവരെ നിങ്ങൾ കരാട്ടയോ കുംഫു ഒക്കെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും നമുക്ക് പുറത്തു പോകാനായിട്ട് പറ്റും. അത് ഗേൾ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരു കാലഘട്ടമല്ല ഇത്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞു ജെൻഡർ ഈക്വാലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തു പോകുമ്പോൾ പേടിക്കാണ്ട് പുറത്തു പോകാനായിട്ട് ഒരു പെണ്ണിന് കഴിയണം. അതിനു വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ കൊണ്ട് ഇങ്ങനെയുള്ള കരാട്ടെ കുംഫു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ ഞാൻ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് കുട്ടികളായിട്ടുള്ള പാരന്റും കിഡ്സും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റാന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് പല പഴയ കാലത്തെ കളികളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെ? അപ്പൊ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന പഴയ കാലത്തെ കളികളൊക്കെ ഒന്ന് പറയാമോ? ഹലോ, നിങ്ങളുടെ പഴയ കാലത്ത് നിങ്ങൾ എന്തെല്ലാം കളികളാണ് കളിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? ഹൈഡ് ആൻഡ് സീക്ക്, ചോറ് വെച്ച് കളി, ചോറച്ച് കളി, പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് പറഞ്ഞു. ചോറ് വെച്ച് കളി ഉണ്ട്, ചോറും കൂട്ടാനും വെച്ച് കളിക്കും. പിന്നെ അത് പറഞ്ഞു. പിന്നെ ചോറും കൂട്ടാനും. പിന്നെ വേറെന്തൊക്കെ കളിയുണ്ട്? ഇത് മാത്രമേ ഉള്ളോ? ഊഞ്ഞാല് കെട്ടി ഊഞ്ഞാല് കളിക്കണോ, കല്ല് കളി, കണ്ണ് കെട്ടിക്കളി, ഓടിപ്പിടുത്തം. ഓടിപ്പിടുത്തം. ഇതൊക്കെ ഒരുപാട് നമുക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് ആക്ടിവിറ്റി തരുന്ന കളികളാണല്ലേ. അപ്പോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് എങ്ങനെയാണ് കളിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് കളിക്കാനും ഒരു താല്പര്യം ഉണ്ടായിരിക്കും. പണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒരു വരയൊക്കെ വെച്ചിട്ടൊരു കളി ഉണ്ടല്ലോ, അതിന് എന്താ പറയാ, ചാടി ചാടി കിടക്കുന്ന കളിയില്ലേ, കല്ലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട്, അതിനെന്താ പറയാ, തൊട്ട് കളിക്കാം. അപ്പോ അങ്ങനെയുള്ള കളികളൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് പുതിയ കളികൾ പഠിക്കുകയും ചെയ്യാം. അതായത് അവരുടെ കൂടെ ഒന്ന് നമ്മൾ കളിക്കുക. നമ്മൾ കുട്ടികളുടെ കൂടെ ആവുന്ന സമയത്ത് നമ്മളും കുട്ടികളാണ് എന്ന് വിചാരിക്കുക. അത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. കാരണം നമുക്കൊരു ഏജ് ഒന്നും നമ്മൾ വീണ്ടും നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയൊരു ഫീലൊക്കെ നമുക്ക് തോന്നാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കുട്ടികൾക്ക് ചെറിയ ചെറിയ പണികൾ. ഹലോ, അതുപോലെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കുട്ടികൾക്ക് ഗെയിം പോലെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്ക് നമ്മളെ വീട്ടിൽ പച്ചക്കറികളും പഴമൊക്കെ മേടിക്കാറുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഇവർക്ക് നമ്മൾ അതിന്റെ വിത്തൊക്കെ ഉണ്ടാവും. വിത്തൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട്
അവരുടെ കൂടെ ചേർന്ന് നിന്നിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ നടുക. പിന്നെ അവർക്ക് എല്ലാം, അതായത് ആ ചെടികളൊക്കെ ശ്രദ്ധിക്കാനും അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവരെ തന്നെ ഏർപ്പാടാക്കി കൊടുക്കുക. അപ്പൊ പിന്നീട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും അവർക്ക്. പിന്നെ മൊബൈൽ ഫോൺ മാക്സിമം ഇങ്ങനെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ അവരുടെ കൂടെ തന്നെ നമ്മൾ വ്യായാമം എക്സസൈസ് ഒക്കെ മോർണിംഗ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ കൂടെ തന്നെ, അതായത് ഇപ്പൊ സുംബ പോലെയുള്ള ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യണം. നിങ്ങൾക്ക് തന്നെ അവരുടെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കാം, എക്സസൈസ് ചെയ്യാം, എല്ലാത്തിനും നമ്മൾ അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ നമ്മുടെ പല ബന്ധുക്കളെയും നമ്മുടെ കുട്ടികൾക്ക് അറിയണമെന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫാമിലി ട്രീ പോലൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബന്ധുക്കൾ, ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും അവർ വിസിറ്റ് ചെയ്യാനായിട്ട് പോവാം. അപ്പൊ കുട്ടികൾക്ക് ഈ ബന്ധുക്കളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള കഥകളൊക്കെ അവരുടെ കൂടെ തന്നെ ഇരുന്ന് നിങ്ങൾ വായിക്കുക. അതായത് അവരെ കൊണ്ട് വായിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ പെയിന്റിങ് ആണെങ്കിലും ചിത്രം വര ആണെങ്കിലും ഒക്കെ, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ടൈം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കുക. അവർക്ക് കൂടുതലും പ്രോത്സാഹനം നൽകാനായിട്ട് അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിലൊക്കെ നിങ്ങൾ ഒരു കുറ്റവും കാണരുത്. എല്ലാത്തിലും നല്ലത് മാത്രം കണ്ടിട്ട് അതിനെ അവർക്ക് കൂടുതലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോ അതാണ് അവർക്കൊരു മോട്ടിവേഷൻ ആണത്. പണ്ടൊക്കെ ആളുകൾ പറയാറുണ്ട്, നമ്മൾ അവർ ഒരുപാട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാതിരുന്നാലാണ് അവർക്ക് പിന്നെയും പിന്നെയും അത് ചെയ്യാനായിട്ട് തോന്നുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിട്ട് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ അവരെ ഒന്ന് അവരുണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് തരുമ്പോൾ നമ്മൾ പറയണം നല്ല രസമുണ്ട്, ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴാണ് അവർക്കിത് പിന്നെയും പിന്നെയും ചെയ്യണം. അല്ലാതെ ഇത് രസമില്ല, നിങ്ങൾക്ക് അതിന് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ മെന്റലി ഒരു വിഷമം ഉണ്ടാവും. അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടുതരാനായിട്ട് അവർക്ക് ഒരിക്കലും തോന്നില്ല. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് അങ്ങനെ ഒന്നും പറയരുത്, മാക്സിമം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്ന് ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പാരന്റിങ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും എന്റെ ക്ലാസ് ഒരുവിധം കുഴപ്പമില്ലാതെ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ ഒന്ന് പറയുമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ചോദിക്കും. ഓക്കെ, വളരെ നല്ല രൂപത്തിൽ തന്നെ ക്ലാസ്സുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സന്തോഷം. നമ്മള് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നേരത്തെ പറഞ്ഞതിന്റെ ഒരു മൊത്തത്തിലൊരു ആവരണം നൽകുകയാണ്. വെക്കേഷൻ ടൈം നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പ് വെച്ചത് തന്നെ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഒരുപാട് പൊടിക്കൈകൾ. ഈ പൊടിക്കൈകൾ മൊത്തം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കൃത്യമായിട്ട് നമ്മളൊരു ചുറ്റുപാടിൽ നമ്മൾ വളരുന്ന അതേ വളർച്ചക്കൊപ്പം തന്നെ നമ്മുടെ മക്കളും വളരേണ്ടതുണ്ട്. അങ്ങനെ വളരുന്ന ഇടത്താണ് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലായി പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. മാനസിക പിന്തുണ നേടുന്ന ഒരു കുടുംബമായിട്ട് നമ്മളെ കുടുംബം മുന്നോട്ട് പോകുന്നത്. മനുഷ്യൻ അവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണ് മക്കൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ആ മക്കൾ ഉണ്ടാവുക എന്നുള്ളതിനെ, ഈ സന്താനം എന്നുള്ളതിനെ കേവലം നമുക്ക് മാത്രം കിട്ടിയ ഒരു സ്വത്തല്ല അത്, മറിച്ച് അത് ഈ ലോകത്തിന്റെ സ്വത്താണ്. അപ്പൊ നമ്മളിലൂടെ വളരുന്ന ആ കുട്ടി ലോകത്തിന്റെ സ്വത്തായി മാറണം എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളും ആ കുട്ടിയിൽ ഉണ്ടാവണം. അതിന് മാനസികമായി പിൻബലം കൊടുക്കുന്ന ഒരു രക്ഷിതാവായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ മൂലകാരണമായ ആത്മീയമായിട്ടുള്ള വിജയം നേടുന്ന ഒരു കുടുംബമായിട്ടും നമ്മളെ കുടുംബത്തെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്കറിയാൻ പറ്റും, വേറെ എന്തെല്ലാം വിജയങ്ങൾ നമ്മൾ നേടിയെടുത്താലും ശരി, അതിന്റെ അടിസ്ഥാനം കാമ്പ് കിടക്കുന്നത് ഈ പറഞ്ഞ ഒരു ആത്മീയ രസത്തിലാണ്. ഈ ആത്മീയ രസമാണ് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം എന്ന് പറയുന്ന ആ സത്തയെ നമുക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, പഴയ കാലത്ത് ഈ വെക്കേഷനിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല കലകളിൽ ഒന്ന് ഞാൻ പറയാം. പലപ്പോഴും ഇപ്പൊ ഇന്നലെ എന്റെ വീട്ടില് വലിയൊരു നോമ്പുതുറ ഉണ്ടായിരുന്നു. ആ നോമ്പുതുറ കഴിഞ്ഞിട്ട് ഞങ്ങള് അമ്മമാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നൊക്കെ ഞങ്ങളുടെ 5-6 തലമുറ, 6 അതിന് മേലേക്കുള്ള 2-3 തലമുറകൾക്ക് അപ്പുറമുള്ള വെള്ളിപ്പാട് ചരിത്രങ്ങള്, അവരുണ്ടാക്കിയ വീരപരിവേഷങ്ങള്, ഇതൊക്കെ ഇങ്ങനെ പങ്കുവെക്കുകയാണ്, ഞങ്ങൾ ഇരുന്ന് കേൾക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്റെ മക്കളുടെ വെള്ളിപ്പ എന്ന് പറയുന്നത് എന്റെ ഉപ്പയായിരിക്കും. അപ്പൊ അവരുടെ മുന്നിൽ നമ്മൾ എന്ത് തരം കഥകളാണ് പങ്കുവെച്ചിട്ടുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ പങ്കുവെക്കലൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ചില വീരപുരുഷന്മാരെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ വീരപുരുഷന്മാരെ സൃഷ്ടിക്കൽ നമ്മൾ തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ സുജിത മേഡം പറഞ്ഞിട്ടുള്ള കഥകൾ പറയുന്നിടത്ത്, കവിതകൾ പങ്കുവെക്കുന്നിടത്ത്, ആ കൂടിയിരിക്കുന്ന സമയത്തൊക്കെ സ്വന്തം കുടുംബത്തിലുള്ള കുറച്ച് വീരചരിതങ്ങൾ, അവർ നേടിയെടുത്ത ആ നേട്ടങ്ങൾ, അവർ ജീവിച്ച വഴികൾ, അത് ചിലപ്പോ അച്ചീവ്മെന്റ് സമം ലോകത്ത് വലിയ സമ്പത്ത് കൊണ്ട് അച്ചീവ്മെന്റ് അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങൾ കൊണ്ടല്ലല്ലോ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാൻ എനിക്ക് ഉപ്പാക്ക് കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹം ഒരു വീരപുരുഷനാണ്. എന്നെ നോക്കി വളർത്താൻ കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹം ഒരു ധീരനാണ്. അപ്പൊ ആ ധീരതയെ കുറിച്ചും നമ്മൾ കണ്ടിട്ടുള്ള നന്മകളെ കുറിച്ചും എന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ആളായി ഞാൻ തീരേണ്ടതുണ്ട്. എന്നാൽ ഒരു വലിയ തലമുറ പറഞ്ഞ രൂപത്തിൽ ഒരു കണക്ഷനോട് പോകുന്ന രൂപത്തിൽ അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഈ വെക്കേഷനിൽ അത്തരം കഥകൾക്ക് കൂടി, അത്തരം കുടുംബ ബന്ധങ്ങൾ കൂടി നമ്മൾ നല്ല രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ രസം, ആ രസത്തിന്റെ പിന്നിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും കൂടി സൂചിപ്പിക്കുകയാണ്. അതേപോലെ നേരത്തെ പറഞ്ഞ ഒരുപാട് പൊടിക്കൈകളുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുക, അതിൽ അവരെ വിളമ്പാൻ സഹായിക്കുക, അത് പങ്കുവെക്കാൻ സഹായിക്കുക. അവിടെ വലിയൊരു പോയിന്റ് ഉണ്ട്. വിളമ്പലും തിന്നലും മാത്രം പോരാ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് പങ്കുവെക്കാൻ കൂടി പഠിപ്പിക്കുന്നിടത്താണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക. ഈ ശബ്ദം കേൾക്കുന്ന പിതാക്കന്മാരായിട്ടുള്ള, എന്ന് വെച്ചാല് പിതാവ്, വാപ്പയായിട്ടുള്ള, ഉപ്പയായിട്ടുള്ള, അച്ഛനായിട്ടുള്ള രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റും. കുട്ടികളെ ഔട്ടിങ്ങിന് കൊണ്ടുപോകാൻ പറയാറുണ്ട്. ഇപ്പൊ നേരത്തെ മേഡം പറഞ്ഞു, ഈ ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് കേവലം ബീച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ പോകണമെന്നൊന്നുമില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോകാം. എന്നിട്ട് ആ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ആക്ടിവിറ്റികൾ മുഴുവൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. അവിടെ ഒരു യാചകൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത്, ഒരു ബസ്സിന്റെ ഓണർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബസ്സിന്റെ ഓണർ അങ്ങനെ ആയത്, ഒരു പോലീസുകാരൻ അവിടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ പോലീസുകാരൻ ആവുന്നത്, ഒരു ഷോപ്പ് അവിടെ ഉണ്ടെങ്കിൽ ആ ഷോപ്പിൽ നടക്കുന്ന ആക്ടിവിറ്റി എന്താണ്, ഒരു ബസ് ഡ്രൈവർ എന്താണ്, ബസ്സിൽ കയറേണ്ടത് എന്താണ്, ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കേണ്ടത് എന്താ എന്നൊക്കെ പഠിപ്പിക്കാനായിട്ട് ഒരു ഔട്ടിംഗ് ബസ് സ്റ്റാൻഡിലേക്ക് മാത്രം കുട്ടിയെ കൊണ്ടുപോകാം. കാരണം ചിലപ്പോൾ 8 കഴിഞ്ഞാൽ 9 കഴിഞ്ഞാൽ ഈ കുട്ടി ചിലപ്പോ ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യേണ്ട ആളായി തീരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് അറിയാത്ത കുട്ടിയായിട്ട് ആ കുട്ടി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതോടൊപ്പം തന്നെ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊന്ന്, ഈ ഔട്ടിംഗ് നമുക്ക് വേണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ സൂപ്രണ്ട് എന്ന് പറയുന്ന ആളിരിക്കുന്ന ആ പോസ്റ്റ് മുതൽ അവിടെ രോഗിയായിട്ട് ഏറ്റവും പാവപ്പെട്ട ഒരുത്തൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതുവരെയുള്ള ഓരോ സ്റ്റെപ്പുകളെയും മക്കളെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഇനി അതേ രോഗികൾക്ക് പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ കോളേജിൽ പോലത്തെ പോകുന്നുണ്ടെങ്കിൽ ചെറിയ ഗിഫ്റ്റുകൾ കയ്യിൽ കരുതുക, ഒരു നേരത്തെ ഭക്ഷണം അത് കയ്യിൽ കരുതുക, അത് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, ഞാൻ പറയുന്നത്, കുട്ടികളുടെ മാനസികമായ വളർച്ച നമ്മൾ ഒരുക്കുന്നു എന്നതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും കാമ്പുള്ള, കഴമ്പുള്ള, ആത്മീയമായിട്ടുള്ള ഒരു ഉന്നതിയിലേക്കും നമ്മുടെ മക്കളെ വളർത്താൻ പറ്റുന്ന. ആത്മീയ ഉന്നതി എന്ന് പറഞ്ഞാല് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അതെന്തോ വലിയ സൂഫിയാകാൻ അല്ലെങ്കിൽ ആത്മീയ ആചാര്യനാവാൻ വിടാൻ, സന്യാസിയാകാൻ വിടാൻ, ഇതല്ല ആത്മീയത എന്ന് പറഞ്ഞാൽ. ആത്മീയത എന്ന് പറഞ്ഞത് അവനവനെ തിരിച്ചറിഞ്ഞ് ഈ ലോകത്തൊരു സത്യമാകുന്ന ഒരു വലിയ സത്യം ഉണ്ടെന്നും ആ സത്യം നമ്മളെ കാണുന്നുണ്ടെന്നും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നെ ഞാൻ പോലും അറിയാതെ വാച്ച് ചെയ്യാൻ ഒരാളുണ്ടെന്നും ഒരു ബോധ്യം നമ്മുടെ തലമുറയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ ഒരിക്കലും കൺവെട്ടത്തിരുന്ന് നമ്മളെ പറ്റിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ മുഖത്ത് നോക്കി നമ്മളോട് തന്നെ കള്ളം പറയാൻ പറ്റുന്ന അവസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പിന്തുണ കൊടുക്കുന്ന ഒരു രക്ഷിതാവായിട്ട് നമ്മൾ മാറുക എന്നുള്ളത്. അതോടൊപ്പം വെക്കേഷനിൽ ചെയ്യാവുന്ന അടുത്ത നല്ലൊരു കാര്യം, പറ്റുമെങ്കിൽ നല്ല ഈ വെക്കേഷൻ ക്യാമ്പുകൾ പോലെ, വെക്കേഷൻ സ്പെഷ്യൽ കോഴ്സുകൾ പോലെ പലതും ഉണ്ടായിരിക്കും. അതിൽ ലാംഗ്വേജുകൾ പഠിക്കാൻ മക്കളെ ഉപയോഗപ്പെടുത്താം, ക്രാഫ്റ്റ് വർക്കുകൾ പഠിക്കാൻ ഉപയോഗപ്പെടുത്താം, കമ്പ്യൂട്ടറിലൊക്കെ ചില കോഴ്സുകൾ, റോബോട്ടിക് പോലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ചില കോഴ്സുകളൊക്കെ പഠിപ്പിക്കാൻ മക്കളെ ഈ സമയം ഉപയോഗപ്പെടുത്താം. ചിലപ്പോൾ സ്കൂളുകളിലൊന്നും അതൊരു കരിക്കുലം പോലെ ഉണ്ടാവണമെന്നില്ല. ഈ റോബോട്ടിക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കാൻ വൈകും തോറും, ഇന്നലെ ഞാൻ വായിച്ച ഒരു പത്രവാർത്ത, ആർക്കെങ്കിലും വേണമെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാൽ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. എന്ന് വെച്ചാൽ നിലവിലുള്ള ശമ്പളത്തെക്കാൾ 23 മടങ്ങ് ശമ്പളം വർദ്ധിക്കാൻ പോകുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയാണ്. അപ്പൊ ആ മേഖലയിലേക്ക് മക്കൾക്ക് വല്ലാതെ പഠിക്കൊന്നും വേണ്ട, കൃത്യമായ ബുദ്ധിയും ഈ കാണുന്ന ടെക്നിക്കുകളെ, മെക്കാനിക്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തും
എന്ന് പറഞ്ഞാൽ മതി അവർക്ക് ഒരുപാട് വളർച്ച നേടിയെടുക്കാൻ പറ്റും. അതായത് നിത്യേന ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെ യാന്ത്രികത കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് അതിനെങ്ങനെ ബുദ്ധി കൊടുക്കാൻ പറ്റും എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വളരാൻ പറ്റുന്ന മേഖലയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ യാത്ര നടത്തിയ സമയത്ത് യുവശാസ്ത്രജ്ഞൻ പ്രതിഭ അവാർഡ് കൊടുത്തത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ്. ആ കുട്ടി ഞങ്ങളുടെ തന്നെ ഈ ടീം എസ്റ്റിഎമ്മിന്റെ കീഴിലുള്ള റോബോട്ടിക്, കോഡിംഗ് പോലത്തെ കോഴ്സുകൾ ചെയ്ത ഒരു കുട്ടിയാണ്. നല്ലൊരു സ്കോളർഷിപ്പ് സംഖ്യയാണ് കിട്ടാൻ പോകുന്നത്. കേരളത്തിൽ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സിഇഒ ആയിട്ട് കമ്പനികൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെ പുതിയ പല കോഴ്സുകൾ, നമ്മൾ ചിലപ്പോൾ അറിയാത്ത പല കോഴ്സുകളായിരിക്കും. അതിൽ അങ്ങനത്തെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അഡ്മിന്മാരുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോ അത്തരം കാര്യങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുള്ളത്. അതേപോലെ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം വലിയ മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന, നമ്മുടെ രാജ്യത്തിന് ഉപകരിക്കുന്ന, വളർന്നു വരുന്ന തലമുറകൾക്ക് ഉപകരിക്കുന്ന ഏറ്റവും നല്ല സന്താനമായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ആത്മീയമായ വളർച്ച നേടിയെടുക്കുന്ന, മാനസികമായ വിജയം നേടിയ, ഏത് പ്രതിസന്ധിയെയും നേരിടാൻ, നേരത്തെ മാഡം പറഞ്ഞ നല്ലൊരു പോയിന്റ് ഉണ്ട്, പറ്റുമെങ്കിൽ കുങ്ഫു പഠിപ്പിക്കണം, കരാട്ടെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഉണ്ടെങ്കിലും മാനസിക വിജയം നേടുന്നവന്റെ മുന്നിൽ വെറും ചെറിയ കല്ലുണ്ടായാലും മതി, അത് വജ്രായുധമായിട്ട് ഉപയോഗിക്കാൻ അറിയും. ഏത് വലിയ സ്കില്ലുകളെക്കാൾ വലിയ സ്കില്ലാണ് മാനസികമായ ശക്തി നേടിയെടുക്കുക എന്നുള്ളത്. നമ്മൾ പരിശീലിപ്പിക്കേണ്ടതും നമ്മൾ മക്കൾക്ക് നൽകേണ്ടതുമായ കാര്യം എന്ന് പറയുന്നത് അവരെ മാനസികമായ ഉയർച്ചയിലേക്ക്, മാനസികമായ പക്വതയിലേക്ക് അവരെത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ മനസ്സും അവരുടെ മനസ്സും പങ്കുവെച്ചുകൊണ്ട് ഈ വെക്കേഷൻ കഴിയുന്നതോട് കൂടിയിട്ട് ലോകത്ത് നടക്കുന്ന ഏത് ചതിക്കുഴികളെ നേരിട്ടാൻ തയ്യാറായി നിൽക്കുന്ന തലമുറയായിട്ടും, ഏത് നന്മകളുടെ കൂടെ സന്തോഷത്തോടെ നിൽക്കുന്ന മക്കളായിട്ടും നമ്മളെ മക്കളെ മാറ്റാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ സെഷനും കൂടി ഇവിടെ വിരാമമിടുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൺലൈനിൽ, നിങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവെക്കുക. നമുക്ക് മറ്റൊരു സമയത്ത് സുദീർഘമായി കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾ നിൽക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകണ്ട. കാരണം ഇതിൽ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ അടുത്ത 30-31 വിദ്യാർത്ഥികളുടെ കരിയർ റോളിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ക്യാമ്പ് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് കാണാം, വീണ്ടും കാണാം. ബൈ, ഗുഡ് ബൈ. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ പറയാം. നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാരുടെയും നെറ്റ് സ്ലോ ആകും, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഗ്രൂപ്പിൽ കാണാം, വാട്സപ്പ് ഗ്രൂപ്പിൽ കാണാം. നമ്മുടെ അഡ്മിന്മാരുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണലി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികൾക്ക് നടത്തുന്ന നല്ല നല്ല ക്യാമ്പുകളുണ്ട്. ടീം എസ്റ്റിഎമ്മിന്റെ ക്യാമ്പ് നടക്കാൻ പോകുന്നത് ഏപ്രിൽ 17-18 നടക്കുന്നുണ്ട്. 29-30 വെക്കേഷൻ ക്യാമ്പുകൾ ഉണ്ട്. അത് കുട്ടികളുടെ മാനസിക സ്കില്ലുകൾ, അവരുടെ നൈപുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നേരത്തെ സൂചിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ബേസിക് അവയർനെസ് ഒക്കെ പഠിപ്പിക്കുന്ന വെക്കേഷൻ ക്യാമ്പുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഗ്രൂപ്പിൽ അറിയിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയിക്കും. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണം. നന്ദി. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.